അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കുറച്ച് സമയം രാവിലെ ഞാൻ പിള്ളേരെ കൊണ്ടേ വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം രാവിലെ വരുമ്പോൾ ഞാനൊരു സാധനം കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വേണം തിരിച്ച് കൊണ്ടുപോകാൻ. അപ്പം എന്താണ് ഞാൻ കാണിച്ചു തരാവേ. എല്ലാവരും മക്കളെയൊക്കെ രാവിലെ സ്കൂളിൽ വിട്ടോ? ഇതുണ്ടല്ലേ, ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തത്തെ കൊല്ലി. സാധനം എന്ന് പറഞ്ഞാൽ അതാണ്. ഒറ്റ ബക്കറ്റ് തുണി ഇരിപ്പുണ്ട്. ഇതെല്ലാം അലക്കിയിട്ട് വേണം എനിക്കിനി വീട്ടിലേക്ക് പോകാൻ. അപ്പം ഇന്നെൻ്റെ രാവിലത്തെ പരിപാടി മക്കളെ വിറ്റ ശേഷമുള്ള പരിപാടിയാണ് അലക്കൽ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയൊരു കൊല്ലിയുണ്ട്. ഇപ്പോൾ 2-3 ദിവസം വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ കുറേശ്ശെ വറ്റിയിട്ടുണ്ട്. ഒറ്റ ബക്കറ്റ് തുണി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ തുണിയെല്ലാം അലക്കി വീട്ടിലോട്ട് പോകണം. അപ്പം ഞാൻ ഈ തുണിയെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് അലക്കിയെടുക്കട്ടെ ഗൈസ്. കുട്ടികൾ ഇവിടെ ഇങ്ങനെ ചിറ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പിള്ളേരെ നീന്തി കുളിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നാണ് ഞാൻ അലക്കുന്നത്. ഇവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് നല്ലോണം കുഞ്ഞിവിടെ നടക്കണം. മോൻ്റെ യൂണിഫോം മുതൽ എല്ലാം ഒരുപാടുണ്ട് അലക്കാൻ. അപ്പം ഇതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അലക്കിയെടുക്കട്ടെ. അപ്പം ഗൈസ്, അലക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ആൻറ്റി വിളിച്ചു ഇപ്പോൾ. അപ്പം ഞങ്ങളന്ന് കഴിഞ്ഞ ദിവസം വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയായിരുന്നു പിള്ളേരെ പരിപാടിക്ക്. അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെറുപുഴ വരെ പോകണം. അപ്പം ഞാൻ വേഗം ഒന്ന് അലക്കട്ടെ. ബാക്കി വിശേഷം കണ്ടിട്ട് കാണാതെ. അപ്പോൾ ഒരു രക്ഷയില്ല, നിലത്തിങ്ങനെ കുനിഞ്ഞു കിടന്ന് അലക്കണം. അപ്പോൾ കൊല്ലിയിലാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് അലക്കി കയറിപ്പോ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പോൾ വെള്ളം കുറഞ്ഞു കേട്ടോ. എനിക്ക് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്, പകുതിയായി. അപ്പം ഞാനിതേ തുണിയെല്ലാം അലക്കിക്കഴിഞ്ഞു. ഇനി ഈ ബക്കറ്റിലെ തുണിയായിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പണി ഇന്ന് രാവിലത്തെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ അലക്കാണ്. മെഷീനുണ്ട്, എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അലക്കി കയറിപ്പോകും. അലക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ചെറുപുഴയ്ക്ക് പോകണമെന്ന്. ഇനിയിപ്പോൾ അടുത്ത ചെറുപുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ. അപ്പോൾ എൻ്റെ ചെറിയ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.